തോമസ് ഹാരിസ് നോവലുകളിലൂടെ ലോകം കണ്ട ബുദ്ധിമാനായ സീരിയൽ കില്ലർ കഥാപാത്രമാണ് ഡോക്ടർ ഹാനിബൽ ലെക്ടർ. 5ഓളം സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഈ കഥാപാത്രം ബെസ്റ്റ് ആക്ടർ ഓസ്കർ ഉൾപ്പെടെ നേടി ചരിത്രം കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് മാഡ്സ് മിക്കൽസൺ അവതരിപ്പിച്ച ഹാനിബൽ TV സീരീസിലെ ഈ കഥാപാത്രത്തിന്റെ ഡീപ്പ് അനാലിസിസ് ആണ്. നിങ്ങളൊരു മനോരോഗ വിദഗ്ധനെ വിശ്വസിക്കുമോ? നിങ്ങളുടെ ഏറ്റവും ഇരുണ്ട രഹസ്യങ്ങൾ എല്ലാം അറിയുന്ന ഒരാളെ. അയാൾ കൾച്ചറിന്റെയും സോഫിസ്റ്റിക്കേഷന്റെയും മൂർത്തീഭാവമാണ്. അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും മികച്ച ക്യുലിനറി ആർട്സ് പാചകകല അവതരിപ്പിച്ച് ലോകത്തെ മുഴുവൻ തന്റെ അതിഥികളാക്കി മാറ്റുന്ന ഒരു വ്യക്തി. എന്നാൽ ഈ മാന്യമായ മുഖംമൂടിക്ക് പിന്നിൽ മനസ്താപമില്ലാത്ത ഒരു സൈക്കോപാത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യരെ വെറും മാംസപിണ്ഡങ്ങളായും തന്റെ ആർട്ട് വർക്ക്സ് കലാരൂപങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉപകരണങ്ങളായും കാണുന്ന ഒരാൾ. FBI-യെ സഹായിക്കുന്ന ഈ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് സത്യത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനും എന്നാൽ ആകർഷകനുമായ കൊലയാളിയാണ്. ഹാനിബൽ സീരീസിൽ തടവറയിൽ പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അയാൾ വെറുമൊരു കൊലയാളിയല്ല, മറിച്ച് മനുഷ്യമനസ്സിന്റെ സങ്കീർണതകൾ അറിയുന്ന ഒരു ഫോറൻസിക് സൈക്യാട്രിസ്റ്റാണ്. FBI-യുടെ സങ്കീർണമായ കേസുകളിൽ അയാൾ സഹായം നൽകുന്നു. കൂടാതെ പ്രധാന കഥാപാത്രമായ വിൽ ഗ്രേഹമിന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. ഹാനിബൽ ലെക്ടറിനെ മറ്റു കൊലയാളികളിൽ നിന്ന് വേർതിരിക്കുന്നത് അയാളുടെ അസാധാരണമായ സംസ്കാരമാണ്. അയാളുടെ ബുദ്ധിശക്തി വളരെ ഉയർന്നതാണ്. സൈക്കാട്രി, മ്യൂസിക്, ആർട്ട്, ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും അയാൾക്ക് ആഴത്തിലുള്ള അറിവുണ്ട്. അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാന്യതയാണ്. വേഷവിധാനം, സംസാരം, പെരുമാറ്റം എന്നിവയിലെല്ലാം അയാൾ കുറ്റമറ്റവനാണ്. ഇംപെക്കബിൾ മാനേഴ്സ്. ദ റൂഡ് അപരിഷ്കൃതരെ അയാൾ വെറുക്കുന്നു. പലപ്പോഴും അയാളുടെ കൊലപാതകങ്ങൾക്ക് കാരണം ഈ മാന്യതയില്ലായ്മയാണ്. അയാളുടെ മറ്റൊരു മുഖമുദ്രയാണ് ക്യുലിനറി ആർട്സ്, പാചകകല. അതിഥികളെ അത്താഴത്തിന് ക്ഷണിക്കുകയും അതിമനോഹരമായി പാകം ചെയ്ത വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഈ വിഭവങ്ങൾ പലപ്പോഴും അയാളുടെ ഇരകളുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുള്ളവയാണ്. ഹാനിബൽ ഒരു സൈക്കോപാത്താണ്. അയാൾക്ക് പശ്ചാത്താപമോ കുറ്റബോധമോ ഒട്ടുമില്ല. വികാരങ്ങൾ പുറത്തു കാണിക്കാതെ മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാനും അവരെ കളിപ്പാവകളെപ്പോലെ മാനിപ്പുലേറ്റ്, നിയന്ത്രിക്കാനും അയാൾക്ക് അവിശ്വസനീയമായ കഴിവുണ്ട്. താൻ ലോകത്തിലെ മറ്റേതൊരു മനുഷ്യനേക്കാളും സുപ്പീരിയർ, ഉയർന്നവൻ ആണെന്ന് അയാൾ വിശ്വസിക്കുന്നു. തന്റെ ചെയ്തികളെല്ലാം ഒരുതരം വിചിത്രമായ നീതി, കെയോട്ടിക് ജസ്റ്റിസ് ആണെന്ന് അയാൾ കരുതുന്നു. ഈ സീരീസിന്റെ കേന്ദ്രബിന്ദു വിൽ ഗ്രഹമുമായുള്ള അയാളുടെ ബന്ധമാണ്. ഹാനിബലിന് ലോകത്ത് ആദ്യമായി താൽപര്യം തോന്നിയ വ്യക്തിയാണ് വിൽ. വിലിനെ തന്നിലേക്ക് ആകർഷിക്കുകയും അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രാക്ഷസനെ പുറത്തുകൊണ്ടുവന്ന് തന്റെ കൂട്ടാളിയായി മാറ്റിയെടുക്കാനും അയാൾ ശ്രമിക്കുന്നു. ഇത് ഒരുതരം വിചിത്രമായ ഒബ്സഷൻ, ആവേശമാണ്. ഡോക്ടർ എന്ന നിലയിലുള്ള അയാളുടെ പെരുമാറ്റം യഥാർത്ഥ കില്ലറെ മറച്ചുവെക്കാനുള്ള ഒരു മാന്യമായ മുഖംമൂടി മാത്രമാണ്. സീരീസിലെ പ്രധാന ദൃശ്യബിംബങ്ങളിലൊന്ന് ദ വെൻഡിഗോ ആണ്. കൊമ്പുകളുള്ള ഭീകരരൂപിയായ വെൻഡിഗോ ആണ് ഹാനിബാലിന്റെ ഉള്ളിലെ കൊലയാളിയെ പ്രതിനിധീകരിക്കുന്നത്. ഇത് പലപ്പോഴും വിൽ ഗ്രേഹമിന്റെ സ്വപ്നങ്ങളിൽ വരുന്നു. ഹാനിബാൽ ചെയ്യുന്ന കൊലപാതകങ്ങൾ വെറും കൊലകളല്ല, അവയെല്ലാം ആർട്ട് വർക്ക്സ്, കലാരൂപങ്ങളാണ്. ഇരകളെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചാണ് അയാൾ ഉപേക്ഷിക്കുന്നത്. ഇത് അയാളുടെ സൃഷ്ടിപരമായ കില്ലർ എന്ന സ്വഭാവം കാണിക്കുന്നു. അയാൾക്ക് തന്റെ ഇരകളോട് ലാക്ക് ഓഫ് എമ്പത്തി, അവരെ മനുഷ്യരായി കാണുന്നതിനു പകരം തന്റെ കലാരൂപങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായോ മാംസപിണ്ഡങ്ങളായോ മാത്രമാണ് അയാൾ കണക്കാക്കുന്നത്. ബ്യൂട്ടി, ക്രൂവൽറ്റി, ഇന്റലിജൻസ് എന്നിവയുടെ എല്ലാം സമന്വയമാണ് ഡോക്ടർ ഹാനിബൽ ലെക്ടർ. ഹാനിബൽ സീരീസിലെ ഈ അതുല്യ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. Are you listening? Yes. They know.